നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ അധ്യായമാണ്, പാർട്ട് 3 ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പാർട്ട് 3 നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആദ്യം ഒരു ഫോൺ, സെക്കൻഡ് ഹാൻഡ് ഫോൺ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു, അതല്ലെങ്കിൽ ടു ഗുഡിൽ ഓർഡർ ചെയ്തു. വെബ്സൈറ്റിൻ്റെ പേരാണ് പറഞ്ഞത്. രണ്ടാമത് ആ ഫോൺ എനിക്ക് കംപ്ലൈൻറ്റ് എന്ന് തോന്നി. രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന സെക്കൻഡ് പാർട്ട് 2 ഇട്ടത് വാങ്ങിച്ച ഫോണ് റിട്ടേൺ ചെയ്യുന്ന പ്രൊസീജിയറായിരുന്നു. ഇപ്പോൾ റിട്ടേൺ ചെയ്ത ശേഷം ഞാൻ മറ്റൊരു ഫോണ് റിട്ടേൺ ചെയ്ത പൈസയ്ക്ക്, ബാക്കിയുള്ള പൈസയ്ക്ക് ഞാൻ മറ്റൊരു ഫോൺ വാങ്ങി. അതാണ് ഇപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിലിട്ടിരിക്കുന്നത്. റിട്ടേൺ ചെയ്ത ഫോണ് ഞാൻ പർച്ചേസ് ചെയ്തു, അതായത് മാറ്റി വാങ്ങിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഫോണാണ്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ഫോണ് ഫസ്റ്റ് വാങ്ങിച്ചു, അത് കംപ്ലൈൻറ്റ് കണ്ടെത്തി, അതുകൊണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ റിട്ടേൺ ചെയ്യുന്ന പ്രൊസീജിയർ കാണിച്ചു. മൂന്നാമത്തെ അധ്യായത്തിൽ റിട്ടേൺ ചെയ്ത ശേഷം മാറ്റി വാങ്ങിച്ച ഫോണ് ഈ ഒരു അധ്യായത്തിൽ അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ റിട്ടേൺ ചെയ്ത ഫോണിനെ പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ കാണിച്ചിരുന്നു. വെബ്സൈറ്റിൻ്റെ ഇതിൽ കയറിയപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. റീഫർബിഷ്ഡ് സാംസങ് ഗാലക്സി M20 എന്നാണ്. 32 GB റോമും അത് 3 GB റാമും വരുന്ന ഒരു അടിപൊളി സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോണാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂപ്പർബ് എന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫോണായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്ലേസിംഗ് ഉണ്ടായിരുന്നു ആ ഫോൺ. ഇപ്പോഴത്തെ കാറ്റഗറി ഞാൻ വാങ്ങിച്ചത് ഗുഡ് എന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫോൺ. അതുകൊണ്ട് തന്നെ ഫോൺ കാണാൻ ലേശം ഒരു ചന്തം കുറവുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയർ ഭാഗം വെച്ച് നോക്കുമ്പോൾ, ഞാൻ അതൊന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ഭാഗത്തെ വർക്കിംഗ് കണ്ടീഷൻ, പെർഫെക്ഷൻ ഒക്കെ ഓക്കെയാണ്. കാണുമ്പോൾ ചെറിയൊരു ചന്തം കുറവുണ്ട്. അതാണ് ഗുഡ് കാറ്റഗറിയിൽ പെട്ടത് കൊണ്ട് എനിക്ക് പറ്റിയ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏതായാലും ആ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തു. അതൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കാണുന്നത്. അതിനകത്ത് ചെറിയൊരു കവർ കൊണ്ട് മാത്രമാണ് ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മാത്രം കവർ ചെയ്തു. അതിൻ്റെ വാറണ്ടി കാർഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും എക്സ്ട്രാ കവറിൻ്റെ ഒരു വാറണ്ടി കാർഡ് തന്നെയാണ് ഇതിനകത്ത് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഇതിൽ ടു ഗുഡ് എന്ന വെബ്സൈറ്റും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ടു ഗുഡ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ടു ഗുഡ്. പേരൊന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഫ്ലിപ്കാർട്ടിൽ കയറിയാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് എത്തുന്നത് ടു ഗുഡിലേക്ക് തന്നെ വെബ്സൈറ്റ് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ്. പേരിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പേര് മാത്രം ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. വാറണ്ടി കാർഡ് എക്സ്ട്രാ കവർ എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ലഭിച്ചിട്ട് ഒരു വാറണ്ടി കാർഡാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിന് 6 മാസത്തെ, അപ്പോൾ ഗുഡ് കാറ്റഗറിയിൽ പെട്ടതുകൊണ്ടാണ് എനിക്ക് 6 മാസത്തെ വാറണ്ടി ലഭിച്ചിട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച റിട്ടേൺ അയച്ച ഫോൺ എനിക്ക് 12 മാസം വാറണ്ടി നൽകിയെങ്കിലും ഈ ഇതിൽ എനിക്ക് 6 മാസത്തെ വാറണ്ടി കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഗുഡ് കാറ്റഗറി പെട്ടതുകൊണ്ട് തന്നെ കേബിൾ ഒരു അത്യാവശ്യം നല്ലൊരു കേബിൾ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ ഫൈൻ, ടൈപ്പ് C കേബിൾ തന്നെയാണ്. ചാർജർ ഏതോ ഒരു ചാർജർ, അതായത് ഒറിജിനൽ ചാർജറേ അല്ല, ഫ്ലിപ്കാർട്ടിൻ്റെ എംബ്ലം പതിപ്പിച്ച് ഏതോ ഒരു ചാർജർ. പക്ഷേ അതുകൊണ്ട് ഞാൻ ആ ചാർജറിൽ വലിയ തൃപ്തനല്ല. അതുകൊണ്ട് ഒറിജിനൽ ചാർജർ അല്ല. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒറിജിനൽ സാംസങ്ങിൻ്റെ ചാർജർ സെപ്പറേറ്റ് വാങ്ങി യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേബിൾ പിന്നെ ഏതായാലും കുഴപ്പമില്ല, ടൈപ്പ് C കേബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതിന് കൂടുതലൊരു സിം കാർഡ് സ്ലോട്ട് ഇജക്റ്റ് ചെയ്യുന്ന ഒരു പിന്ന് തന്നിട്ടുണ്ട്, നമുക്ക് സിം യൂസ് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അപ്പോൾ 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ടാണ്. അപ്പോൾ അത് ആ ട്രേ നമുക്ക് ഊരിയെടുക്കണമെങ്കിൽ ഈ ഒരു പിന്ന് ആവശ്യമാണ്. നോർമലി വരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ മറ്റേ ഫോണിനെക്കാട്ടും ഉള്ളത് ഒരു 5000 mAh ബാറ്ററി, ഒരു വമ്പൻ ബാറ്ററി ബാക്കപ്പ് തന്നെ, ഒരു 5000 mAh ബാറ്ററി ബാക്കപ്പ് തന്നെ ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ 2 ക്യാമറ, ഫ്രണ്ടിലൊരു ക്യാമറ, ബാക്കിൽ 2 ക്യാമറ, അത്തരത്തിലുള്ള ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാനല്ല, നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യണം. പക്ഷേ ഇതിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തരക്കേടില്ലാന്ന് തോന്നി. പക്ഷേ ഫോണിൽ നിറമൊക്കെ മങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് ഒരു ചെറിയൊരു വൈറ്റ് പ്ലേറ്റ് കൊണ്ട് ഇതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വൈറ്റ് കവറിന് ചെറിയ നൈസായിട്ടുള്ള വൈറ്റ് സ്റ്റിക്കർ ഉപയോഗിച്ച്, നീല സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ബോഡിയിലുള്ള നീല നിറം എനിക്ക് തോന്നുന്നു ഫേഡ് ഔട്ടായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടായിരിക്കും, ആ നിറം ഔട്ടായതുകൊണ്ടായിരിക്കും ആ നിറത്തിന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചത്, നീല സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് അവർ ആ ഒരു ഭാഗം കവർ ചെയ്തത്. സൈഡിൽ കൂടി ഞാൻ നോക്കുമ്പോൾ, ഈ ഒരു ഡിസ്പ്ലേ സൈഡിൽ നോക്കുമ്പോൾ ഒട്ടിച്ചതായിട്ട് ഡിസ്പ്ലേ പൊളിച്ചെടുത്തിട്ട് പിന്നീട് രണ്ടാമത് ആയിട്ട് പൊട്ടി. അപ്പോൾ ഒരു പക്ഷേ ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ ആയിരിക്കാം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അത് ചെയ്തു ഡിസ്പ്ലേ മാറ്റിയിട്ട് എന്ത് ചെയ്തു, വീണ്ടും റീസൈലിന് വെച്ചതായിരിക്കാം എന്ന് എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിച്ചു.
ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഡിസ്പ്ലേൻ്റെ ഭാഗം അവർ ഒട്ടിച്ചതായിട്ട്, അതായത് ഡിസ്പ്ലേ കറക്റ്റായിട്ട് സിറ്റിംഗ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ആ ഭാഗം ഒട്ടിച്ച് വെച്ചിട്ടാണ് അയച്ചിരിക്കുന്നത്. അതായത് ആ ഫോൺ നന്നാക്കിയിട്ടുണ്ട്, അതായത് അത് സർവീസ് ചെയ്തൊരു ഫോണാണ്, ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നൊരു ഫോണാണ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അത് നിലത്ത് വീണതാണോ അതിന് മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചതാണോ അറിയില്ല, സൈഡിൽ കൂടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വേണം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നല്ലോണം പോറിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അവർ നീല സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടാവുക. ഫിംഗർ പ്രിൻ്റൊക്കെ ഫൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. കളർ കോൺട്രാസ്റ്റ്, അതുപോലെ കളറിൻ്റെ ഒരു ബാലൻസിങ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേൻ്റെ ഒരു ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കളർ കോമ്പറ്റീഷനൊക്കെ അടിപൊളി തന്നെയാണ്. അതിലൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ല. അത് സർവീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പോരായ്മ മാത്രം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നുകൊണ്ട് ആ സർവീസ് ചെയ്തുകൊണ്ട് ഫോൺ എക്സ്ട്രാ ഒരു ക്വാളിറ്റി കുറവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാം. ആ ഒരു രീതിയിൽ അതാണ് ഈ ഒരു ഗുഡ് എന്നുള്ള കാറ്റഗറിയിലുള്ള ഫോണുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുഡ് എന്ന കാറ്റഗറിയിലുള്ള ഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കും. പ്രശ്നങ്ങളല്ല, ഈ ഒരു തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാൻ ഫൈൻ, കുഴപ്പമില്ല. ഇതിന് ബാക്കിൽ ടൈപ്പ് സി പോർട്ടാണ് ഇതിലും വന്നിരിക്കുന്നത്, ഒരു ഓഡിയോ ജാക്ക്, അതുപോലെ തന്നെ ഒരു മൈക്ക്, റെക്കോർഡിംഗ് മൈക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു മൈക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഫോൺ ഓക്കെ ആണ്. പക്ഷേ നമുക്ക് ജസ്റ്റ് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോൺ അത്രമാത്രം നമുക്ക് ഇതിനെ കണക്കാക്കിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 6200 രൂപയുടെ അടുത്തേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉണർത്താനുള്ളത്. ഓക്കെ, താങ്ക് യു.